തലസ്ഥാനത്തേക്ക് ദില്ലിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ആളിക്കത്തുകയാണ്. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി തുടരുന്നു. ദില്ലിയിൽ അർദ്ധരാത്രിയും പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടി. കോണാട്ട് പ്ലേസിൽ കല്ലേറും ലാത്തിച്ചാർജും നടന്നു. CJPക്ക് പിന്തുണയുമായി വിവിധ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ ജന്തർ മന്ദറിൽ എത്തുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് പ്രതിഷേധത്തെക്കുറിച്ച് ഇപ്പോഴും CJP പ്രതികരിച്ചിട്ടില്ല. ആശുപത്രിയിൽ നിരാഹാര സമരം തുടരുന്ന സോനം വാങ്ചുക്കിനെ കേന്ദ്രമന്ത്രിമാർ സന്ദർശിച്ചു. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. നോബിൾ, ഗുഡ് മോർണിംഗ്. ഇന്നലെ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ്, സംഭവ വികാസങ്ങളാണ് നമ്മൾ ദില്ലിയിൽ കണ്ടത്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് MPമാർ ഒന്നടങ്കം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് ഒരു 3:30 ഇറങ്ങുകയായിരുന്നു. പിന്നീട് നീണ്ടു നിന്നൊരു പ്രതിഷേധം. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കഴിഞ്ഞൊരു 14 വർഷത്തിനിടയിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സമരം നമ്മൾ കണ്ടിട്ടില്ല. അതൊരു സൂചന മാത്രമാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഇന്ന് പാർലമെന്റിനകത്തും പുറത്തും നമ്മൾ പ്രതിഷേധം പ്രതീക്ഷിക്കുന്നുണ്ട്. 3 മണിക്കൂറോളമാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും മറ്റ് MPമാരും ഒക്കെ തുടർന്നത്. പിന്നീടാണ് അവരെ വിട്ടയച്ചത്. അപ്പോൾ അതിനുശേഷം ഒരു 10 മണി 11 മണിക്ക് ശേഷവും പിന്നീട് എന്താണ് ദില്ലിയിൽ ഇന്നലെ സംഭവിച്ചത്? ഈ ഒരു കോൺഗ്രസ് ഏറ്റെടുത്ത ഈ ഒരു സമരത്തെ, കോൺഗ്രസ് കൂടി ഇറങ്ങുകയാണ് സമരത്തിന് തെരുവിലേക്ക്. അതിനെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നോബൽ, ഷിയാസ്, ഇന്നും ദില്ലി സംഭവബഹുലമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളുള്ളത് പാർലമെന്റ് പരിസരത്താണ്. പാർലമെന്റ് പരിസരത്ത് നിലവിൽ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ റോഡുകളൊക്കെ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നു. രാത്രി ഏറെ വൈകിയും പ്രതിഷേധങ്ങൾ ദില്ലിയുടെ പല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പ്രതിഷേധങ്ങൾ പാർലമെന്റ് പരിസരത്തേക്ക് എത്തിയാലോ എന്നൊരു ആശങ്ക ദില്ലി പോലീസിനും അതോടൊപ്പം മറ്റു ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം ബാരിക്കേഡുകൾ രാത്രി ഏറെ വൈകി ഈ റോഡുകളിൽ നിരത്തുന്ന സാഹചര്യം ഉണ്ടായ. റോഡുകൾ ഇപ്പോഴും തുറന്നു നൽകിയിട്ടില്ല. എന്നാണെങ്കിലും രാത്രി ഏറെ വൈകി കോണാട്ട് പ്ലേസ് അടക്കമുള്ള ഇടങ്ങളിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പ്രതിഷേധക്കാർ എന്ന് പറഞ്ഞ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തടിച്ചുകൂടി യുവാക്കളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ലാത്തിച്ചാർജും കല്ലേറും അവിടെ കണ്ണീർവാതക പ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ട് വരുന്നത്. എന്നാണെങ്കിലും രാത്രി ഏറെ വൈകിയും ദില്ലിയിൽ സംഘർഷങ്ങൾ തുടരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഷിഹാസ് പറഞ്ഞതുപോലെ ഇന്നലെ കോൺഗ്രസ് നടത്തിയ അപ്രതീക്ഷിത മിന്നൽ പ്രതിഷേധമായിരുന്നു. അത് വലിയ രീതിയിൽ വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിനുണ്ടായത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് ആ പ്രതിഷേധം എത്തുകയും അവിടെ നേതാക്കൾ രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ കുത്തിയിരിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായി. പിന്നീട് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി ഏറെ നേരം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചു. അതിനുശേഷമാണ് വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നിപ്പോൾ പാർലമെന്റിലേക്ക് പോകുമ്പോൾ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം, പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയാണ് ഇന്നലെ വലിച്ചിഴച്ച് കസ്റ്റഡിയിലെടുത്ത ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. റോഡിലൂടെ രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവിനെയൊക്കെ വലിച്ചിഴക്കുന്നു. അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയെ പുരുഷ പോലീസുമാർ തള്ളി ഉള്ളിൽ കയറ്റുന്നു ബസ്സിൽ. അതൊക്കെ വലിയ ദൃശ്യങ്ങളെ തന്നെ പുറത്തേക്ക് വന്നതാണ്. എന്താണെങ്കിൽ ഇന്നിപ്പോൾ പാർലമെന്റിൽ ഈ വിഷയം വീണ്ടും സജീവമായി തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിയിൽ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് തീരുമാനം. പാർലമെന്റ് അകത്തും പുറത്തും നമ്മൾ പ്രതിഷേധം പ്രതീക്ഷിക്കുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതോടൊപ്പം തന്നെ നിലവിൽ ഈ പറഞ്ഞ കേസുകൾ, അതായത് കഴിഞ്ഞ സംഘർഷങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരെടുത്ത കേസുകൾ പിൻവലിക്കണം. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിശദമായ ചർച്ച ഈ വിഷയത്തിൽ പാർലമെന്റിൽ വേണം എന്നാണ് പ്രതിപക്ഷത്തിന് ഇന്നത്തെ ആവശ്യം. രാവിലെ മുതൽ തന്നെ MPമാർ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസുകൾ നൽകും. അതിനു പിന്നാലെ സഭ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ പാർലമെന്റിന്റെ കവാടത്തിൽ രാവിലെ പ്രതിഷേധം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം പാർലമെന്റിനകം ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ സഖ്യം, പ്രതിപക്ഷ സഖ്യം രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് അടക്കം നടത്താനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമ്മൾ തള്ളിക്കളയുന്നത്. അതായത് വലിയ അതീവ സുരക്ഷാ വലയത്തിലാണ് ദില്ലി ഉള്ളത്. കോക്രോച്ച് ജനതാ പാർട്ടി അടക്കമുള്ള പാർട്ടി നേരത്തെ ആര് എന്നൊരു സംശയം കോൺഗ്രസിന് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നേരിട്ട് ആ പ്രതിഷേധത്തെ കോൺഗ്രസ് ഇപ്പോഴും പിന്തുണയ്ക്കുന്നില്ല. മറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സംഘർഷത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്കൊപ്പം ഇതിലുണ്ടായ പോലീസ് നടപടിയൊക്കെ അപലപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എന്താണെങ്കിലും ഈ സമരരംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയും ഇക്കാര്യത്തിൽ ഒരു വലിയ പ്രതികരണത്തിലേക്ക് പോയിട്ടില്ല കോൺഗ്രസിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടെന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ചില ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ ഇവിടെ വരികയും ചെയ്തു. അത് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടാണ്. ഒറ്റയ്ക്ക് കോൺഗ്രസ് ഈ പ്രതിഷേധം നടത്തിയതിൽ ചില വിമർശനങ്ങൾ ആം ആദ്മിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതായാലും വലിയ പ്രതിഷേധം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദില്ലി അടക്കം ദില്ലിയിലെ പാർലമെന്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ അതീവ സുരക്ഷ ഇന്നും തുടരും എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതിന്റെ ഒരു സൂചനയാണ് നമ്മളിപ്പോൾ ഈ 6 മണി കഴിയുമ്പോഴും ഇവിടുത്തെ ബാരിക്കേഡുകളും തുറക്കാത്ത സാഹചര്യം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു എന്നതും. ഷിയാസ്, നോബിൾ തുടരണം. നോബിൾ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം അപ്പോൾ ഇന്നും കോൺഗ്രസ് തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ പ്രതിഷേധം ശക്തമാക്കും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പുറമെ പ്രതിഷേധക്കാർക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കുക, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വിശദമായിട്ടുള്ള
ചർച്ച വേണം, പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ കോൺഗ്രസ് ഉയർത്തുണ്ട്. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം രാഹുൽ ഗാന്ധി അരാജകത്വം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് BJPയുടെ നിലപാട്. നോബിളിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ നോബിൾ പക്ഷേ സമരത്തിന്റെ വലിയൊരു വിജയം നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി കാണുന്നുണ്ട്. അവഗണിച്ച് മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിനും കേന്ദ്രമന്ത്രിമാർക്കും BJPക്കും ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. JP നദ്ദയ്ക്ക് ആദ്യഘട്ടത്തിൽ CJPയുടെ നേതാക്കളുമായി 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ചർച്ച നടത്തേണ്ടി വരുന്നു. പ്രധാനമന്ത്രിക്ക് യുവാക്കളെ പിന്തുണച്ചുകൊണ്ട് അതോടൊപ്പം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരുടെ തരത്തിൽ സംസാരിക്കേണ്ടി വരുന്നു. ഇപ്പോൾ JP നദ്ദ ഇന്നലെ ആശുപത്രിയിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് നേതൃത്വത്തിൽ നടത്തിയ ഒരു സമരവേദിയിലേക്ക് ഒരു കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് എന്ന കേന്ദ്രമന്ത്രി വരികയാണ്. അപ്പോൾ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് കേന്ദ്ര സർക്കാരും എത്തുകയാണല്ലേ നോബിൾ? ഷിയാസ്, തീർച്ചയായും ഈ വിഷയത്തെ പൂർണ്ണമായും അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാരും എത്തുകയാണ്. കാരണം ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അടക്കമുള്ളവർ അങ്ങോട്ട് എത്തുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. അത് ചർച്ചയുടെ ഭാഗമായി തന്നെയായിരുന്നു എത്തിയത്. ഒപ്പം ഇന്നലെ ആശുപത്രിയിൽ ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെന്റ് മാർച്ചിൽ നിരവധി ആളുകൾ പരിക്കേറ്റ് RML ആശുപത്രിയിലുണ്ട്. അവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിക്കുകയുണ്ടായി. സോനം വാങ്ചുക്കിനെ ഇന്നലെ രാത്രി ഏറെ വൈകി ജിതേന്ദ്ര സിംഗ് അദ്ദേഹം ഇപ്പോഴുള്ള ഹോസ്പിറ്റലിലെത്തി അവിടെ സന്ദർശന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇതൊക്കെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുമായി എത്തുന്ന വാഹനങ്ങളാണ്. വലിയ സുരക്ഷയുടെ ഭാഗമായി CRPFന്റെയും BSFന്റെയും ഒക്കെ ഉദ്യോഗസ്ഥരെത്തുന്ന വാഹനമാണ്. ഇങ്ങനെ ഒരുപാട് വാഹനങ്ങളിലായി സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്താണെങ്കിലും രാവിലെ തന്നെ ദില്ലിയുടെ വിവിധ ഇടങ്ങളിലേക്ക് വിന്യസിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മറ്റു ബസ്സുകളൊക്കെ സാധാരണഗതിയിൽ ഈ പ്രതിഷേധക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ബസ്സുകളാണ്. എന്തിനും തയ്യാറായി തന്നെയാണ് ദില്ലി പോലീസ് ഉള്ളത്. എന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ചർച്ചകളിലൂടെ ഈ പ്രശ്നത്തിൽ സമവായം ഒരു പ്രതിഷേധങ്ങൾക്ക് അയവുണ്ടാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ദില്ലിയുടെ സാഹചര്യം വളരെ മോശമാകുമെന്നറിയാം. കാരണം ദില്ലിയുടെ തന്ത്രപ്രധാനമായ ഇടങ്ങളിലേക്കൊക്കെ ഈ പ്രതിഷേധങ്ങൾ എത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നതൊക്കെ കേന്ദ്ര സർക്കാരിന് ഒട്ടും ഗുണകരമാകില്ല. പാർലമെന്റ് നടപടികളും പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നിർണായകമായ പല ബില്ലുകളും കൊണ്ടുവരാൻ കേന്ദ്രം ഉദ്ദേശിക്കുന്ന ഒരു പാർലമെന്റ് സമ്മേളനമാണ്. ആ പാർലമെന്റ് സമ്മേളനം ഏറെക്കുറെ പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ ഒരു ചർച്ചകളുടെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ട് സമവായത്തിലേക്ക് പോകാൻ കേന്ദ്രം ശ്രമിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം ഉന്നയിച്ചതിൽ വിശദമായ ചർച്ചയ്ക്ക് ഒരു അനുമതി നൽകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചർച്ചയ്ക്ക് അനുമതിയില്ലെങ്കിൽ ഒരു കാരണവശാലും പ്രതിപക്ഷം വഴങ്ങാൻ ഇടയില്ല. ജിതേന്ദ്ര സിംഗ് അടക്കമുള്ള ആളുകൾ ഇന്നലെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് ചർച്ച നടത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ട നീക്കമാണ് വേണ്ടത് എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും ചർച്ചകൾക്ക് ഇന്നിപ്പോൾ ഈ വിഷയം ഉന്നയിക്കാനുള്ള അനുമതി പാർലമെന്റ് നൽകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. നൽകിയാൽ ഒരു പക്ഷേ ചെറിയൊരു അയവുണ്ടായേക്കാം. അതല്ലെങ്കിൽ മറ്റ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകാനാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജി എന്ന നിലപാടിൽ ഇപ്പോഴും കോൺഗ്രസും അതോടൊപ്പം മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ശരി നോബിൾ, അപ്പോൾ CJP കോക്രോച്ച് ജനതാ പാർട്ടി ഒരു പറ്റാ വിപ്ലവം അത് സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയതാണ്. അത് തെരുവിലേക്ക് വ്യാപിക്കുന്നു. പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് അതൊരു വലിയൊരു വിജയമായ ഒരു സമരം മാറുകയാണ്. രാജ്യത്തെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നമാണ്. പലതരത്തിലുള്ള പ്രതിസന്ധികളാണ്. യുവജനങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ